അലിക്ക, നമ്മൾ ഇന്നലെ എത്ര മണിക്കാണ് അവിടെ ലോഡായത് അലിക്ക? ഇന്നലെ ഒരു 3 മണി. 3 മണി. ഇനി എത്ര കിലോമീറ്റർ ഉണ്ട് നമുക്ക്? 3 മണിക്ക് ലോഡായിട്ട് ഇന്നലെ 2200 കിലോമീറ്റർ ആയിരുന്നു മംഗലാപുരത്തേക്ക്. ഇനിയിപ്പോ ദിഗയിന്ന് ഇനിയിപ്പോ എത്ര കിലോമീറ്റർ താണ്ടണം? 1200 കിലോമീറ്റർ. 1000 കിലോമീറ്റർ താണ്ടിക്കഴിഞ്ഞാൽ നമ്മൾ മംഗളൂർ എത്തും. രാവിലെ 4 മണിക്ക് വണ്ടി മാംഗ്ലൂർ കൊടുക്കണം. ഓക്കെ കൊടുക്കാൻ പറ്റില്ലേ? പിന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ആന്ധ്രയിലെ വിജയപാട എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. വിജയപാടയിൽ നിന്ന് നമുക്കിനി ഹൈദരാബാദ് റൂട്ട് കയറി നേരെ ബാംഗ്ലൂർ ചാടാം. ഓക്കെ, ശരിക്കും ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലത്തെത്തില്ലേ? അതെ അതെ അതെ. സംസ്ഥാനം നമ്മളെല്ലാരും തീറ്റിപ്പോറ്റുന്ന ആന്ധ്രയാണ്. നമ്മളെത്ര സംസ്ഥാനം പോയി പോകും? നമ്മളിപ്പോൾ ബംഗാള്, ഒഡീഷ, ഛത്തീസ്ഗഡ്, ആന്ധ്ര, പിന്നെ നമ്മൾ കർണാടകയ്ക്ക് വരുന്നു. കർണാടക പിന്നെ നമ്മളെ സ്വന്തം സ്ഥലമാണല്ലേ? അതെ, തറവാട് കർണാടക അല്ലേ? നമ്മ ആസ്ഥാന മന്ദിരം കർണാടകയാണ്. നമ്മ ഊര് അല്ല, നമ്മുടെ തറവാട് കർണാടകയല്ലേ? നമ്മളെ തറവാട് കർണാടകയിലാണ്. തറവാടകയല്ല കേട്ടോ, നിങ്ങൾ കയറ്റം തെറ്റിപ്പോയതാണ്. തറവാട് യെസ്, തറവാട്. കുറച്ച് ചായന്റെ വെള്ളം കൊടുക്കാം. നമ്മളെ ചെക്കനക്ക് എന്താ കൊടുക്കണ്ടേ? ചെക്കനക്ക് കുറച്ച് ഡീസൽ കൊടുക്കാം അല്ലേ? റേറ്റ് 90 ചില്ലാണം വരും. IPC 300 ചില്ലാണെന്നൊക്കെ പറയുമ്പോലെ, IPC 300 ചില്ലാണെന്നൊക്കെ പറയും പോലെ 90 ചില്ലാണം വരും. എന്തായാലും ഇപ്പൊ ഈ ഒരു ട്രിപ്പ് കഴിയുമ്പോ എത്ര ദിവസം മൊത്തം നമ്മള് ഈ പുഴയുടെ പേരാണ് പേരില്ലാത്ത പുഴ. ഗോദാവരി റിവർ ആണിത്. ഗോദാവരി റിവർ കേട്ടിട്ടില്ലേ? സ്ലാക്കർ കംപ്ലൈന്റ് ഉണ്ട്, സ്ലാക്കർ മാറ്റണം നമുക്ക്. ഷോറൂമിൽ പോകണോ? ഇതാണ് ഗോദാവരി പുഴ. യെസ്. എന്താ രസല്ലേ? എന്തു ഭംഗി നിന്നെ കാണാൻ ഗോദാവരി പുഴയെ, മുത്തു സൂര്യനോമനിക്കും മുല്ലവള്ളി പോലെ, എന്തു ഭംഗി നിന്നെ കാണാൻ ഗോദാവരി പുഴയെ. ഗോദാവരി. യെസ്. ഇത് ലെങ്ത് ഉണ്ട്. ഇതൊരു 700-800 മീറ്റർ ഉണ്ട് ഈ പാലം. 1 കിലോമീറ്റർ ഇല്ലാന്നാണ് എന്റെ നിഗമനം. என்னடா தம்பி இதுக்கடா இந்த மோதிரம் வைத்திருக்கு. ഗോദാവരിപ്പുഴ. ഇത് ഗംഗാവരിപ്പുഴ എന്ന് പറയുന്ന പോലെ. യെസ്, ഇത് ഗോദാവരിപ്പുഴയാണല്ലേ? ഇതാണ് ഗോദാവരിപ്പുഴ. ഇതെന്താ വണ്ടിയിലെന്താ കേട്ടില്ലേ? നമ്മള് വണ്ടി കേട്ടിട്ടുള്ളത് എക്സ്പോർട്ട് ചെയ്യാൻ. നിങ്ങൾ ആണ്ടാ ഉറങ്ങിപ്പോയല്ല. അപ്പൊ നമ്മളെ വണ്ടി എക്സ്പോർട്ടിങ് മിച്ചി. യെസ്. എന്തൊക്കെയാണ്? ഇത് കിളിമേനുണ്ട്, റിബൺ ഉണ്ട്, പല ഐറ്റം ഉണ്ട്. 3-4 ഐറ്റം റിബണും ബെൽറ്റും. ഇത് 1 കിലോമീറ്ററിന്റെ മേലുണ്ട് കേട്ടോ പാലം. ഇതിനങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചിട്ട് കളപ്പന്നി. 800 മീറ്റർ നല്ലത്. 800 അല്ല, 1000 അല്ല, 1500 അല്ല. ഐലൻഡ് നല്ല രസമുണ്ടല്ലേ? കാറ്റാടിപ്പാടം. എണ്ണപ്പാടം കേട്ടിട്ടുണ്ട്. ഇത് കാറ്റാടിപ്പാടം. കാറ്റാടിപ്പാടം. അർജു
എന്താണ് പറയുന്നത്? 800 വെക്കേണ്ടി ഈ പാലം കഴിയണം. യെസ്, ഏകദേശം 2 പുഴ ഉണ്ട്. 2 പുഴ ആണ്ടെ പോയത് അടുക്കെത്തിട്ടോ. പക്ഷെ ഇതിന്റെ സെന്റർ ഇങ്ങനെ തോന്നിട്ട് അല്ലേ, ഒരു ദ്വീപ് പോലെ. ആണ്ടെ പോയതിന്റെ നടുക്കെത്തിയ ആണ്ടെ 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 പുഴ അടുക്കെത്തി പോയത് നടുക്കെത്തിയ നമ്മുടെ ഇത് 2 കിലോമീറ്റർ ഒന്നല്ല ടലിക ഈ പാലം. എത്രയോ കാലം ഈ പാലത്തിന്റെ മുകളിൽ കൂടെ പോകുന്നു. ഈ പാലം എത്ര കിലോമീറ്റർ ഉണ്ട് ഇതുവരെ? കാരണം നമുക്ക് നോക്കാനുള്ള ടൈം ഉണ്ടാവില്ല. തൂഫാൻ പോലല്ലേ, ഊരെ കട്ടി കിട്ടിയ പോലെ ആരോ കൊണ്ടിട്ട് അടിച്ചതാ ഊര. ഇവിടെ നല്ല വെള്ളമുണ്ടല്ലോ അല്ലേ? വെള്ളം എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞ കാര്യല്ലേ, ഇവിടുന്ന് നീന്തിട്ട് എങ്ങോട്ടാ രക്ഷപ്പെടുക? അല്ല, നല്ല വെള്ളം. ഇത് 2 ദിവസം പെയ്ത മഴയൊക്കെ ഉണ്ട്. നല്ല മഴയല്ലേ ഇവിടൊക്കെ? നല്ല അടിയൊഴുക്കുണ്ട് അല്ലേ വെള്ളത്തിന്? അവിടെ തന്നെ ഡിഗ്രിയിൽ നിൽക്കുമ്പോ തന്നെ മഴ പെയ്താണ്ട് റോഡിനടുത്ത്. ഇതിന്റെ അഭിപ്രായത്തിൽ 3 കിലോമീറ്റർ. 3 കിലോമീറ്റർ ഉണ്ട്. ഒന്നാമത് നമുക്ക് ഇതിൽ കൂടെ പകല് കിട്ടലില്ല. ഒന്നാമത് ഈ പാലത്തിന്റെ മുകളിൽ കൂടെ പകല് കിട്ടലില്ല. എല്ലാ രാത്രി പാസ്സായി പോകും. ഇവിടെ മണലൂറ്റിനോരൊക്കെ ഉണ്ട്. ഇവിടെയാണ് പ്രശ്നമാണ്. അങ്ങനെ പാലം കഴിഞ്ഞു. അങ്ങനെ പാലം കഴിഞ്ഞപ്പോ ഈ പാലത്തിന് ടോളപ്പുറത്തുള്ളത്. ഇതിന് പൈസ പിടിച്ചു ചോദിക്കണ്ട. 3 കാര്യം എത്രത്തിന് വരെ? 317. ഇതിനകത്ത് 315 വരുന്നു. 315 എത്ര വരുന്നു നോക്കട്ടെ. പാടം പാടാൻ നീയും കോഴിക്കോടെത്തി. കോഴിക്കോട് ആന്ധ്രാപ്രദേശ് റോഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഭ്രാന്തന്മാരെണ്ണം കൂടുതലാണല്ലോ ആന്ധ്രയില്. ഒരു ഭ്രാന്തനായിരിക്കും. പക്ഷെ ഇവിടെ നമ്മളവിടെ കണ്ടില്ല ഭ്രാന്തന്മാരെ. എവിടെ എന്താണ് ആ പ്രദേശത്ത് എത്ര അധികം ആൾക്കാരല്ലേ? നമ്മളടുത്ത് പോലെ ശ്രദ്ധിക്കാൻ ആൾക്കാരുണ്ടാവില്ല. ചിലപ്പോ ചെറിയൊരു ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്താൽ റെഡി ആവുന്ന കേസുകളാവും. പക്ഷെ അതിന് മുന്നിട്ടിറങ്ങാം. നമ്മുടെ കേരളത്തിലത്തെ പോലെ ആരും ഇല്ല അവിടെ. അതിനൊക്കെ നമ്മളെ നാടില്ലേ? പൊക്കോ കോള് വന്നിട്ട് കട്ടായി പോന്നു. ചെറിയ ടോളാ. സൗകര്യങ്ങൾക്ക് വളരെ പരിമിതമായ സൗകര്യങ്ങൾ. ചെറിയ ടോളാണെങ്കിൽ അത്യാവശ്യം വണ്ടികൾ പാസ് ചെയ്യുന്ന ഏരിയ അല്ലേ? ചെന്നൈ കൊൽക്കത്ത റോഡല്ലേ? ചെന്നൈ കൊൽക്കത്ത റോഡ് സീത ഒറ്റ റോഡ്. എങ്ങോട്ടും തെറ്റാനും തിരിയാനും ഒന്നുമില്ല. ലെഫ്റ്റ് സൈഡ് എന്താ നെൽപ്പാടം. കണ്ണത്താ ദൂരത്ത് ഒരു കുട്ടിക്കാലം. അതല്ലേ അതല്ലേ പാട്ട്? പ്രശസ്ത കവി അർജുൻ ആലപിച്ച
കണ്ണട്ട ദൂരത്ത് ഒരു കുട്ടിക്കാലം. പാടത്തിന്റെ ഒരു ഭംഗിയൊക്കെ ഈ പാടം കാണുമ്പോ എനിക്കൊരു പാട്ട് പാടാൻ തോന്നുന്നു. പാടം പൂത്ത കാലം. എന്തെന്നാ ഈ പന്നികളെ ഡ്രൈവിങ് വെറും റഫാണ്. സോറി. ഡ്രോണേ ഒരു ഡ്രോൺ വാങ്ങിയാണ്ട് പറച്ചുള്ളായിരുന്നു. ഡ്രോണ് ഏതെങ്കിലും വണ്ടി കൊടുത്ത് അയക്കാൻ പറയും. ലോൺ ഉണ്ടെങ്കിൽ ഒരു ഡ്രോൺ മേടിക്കും. കല്ലടയിൽ വിടാൻ പറഞ്ഞാലോ? കല്ലടയിൽ വിടാൻ പറയേണ്ടി. കല്ലട ആവുമ്പം ചെന്നൈയിൽ പെട്ടെന്ന് എത്തും. നമ്മളതിന് ചെന്നൈ പോകണില്ലല്ലോ. നമ്മള് ചെന്നൈ പോല. നമ്മള് ബാംഗ്ലൂർ വഴിയല്ലേ. ചെന്നൈ വന്ന് അവിടെ കിടന്നോട്ടെ.